ശിവഗിരി ശിരസിൽ യോഗസമാധി കൊള്ളും പരമാചാര്യ ശ്രീ നാരായണ ഗുരു. അറിവില്ലാതടിയങ്ങൾ ചെയ്തപരാധമെല്ലാം, അറിവില്ലാതടിയങ്ങൾ ചെയ്തപരാധമെല്ലാം കൃപയോട് പൊറുത്തിടാൻ കനിവുണ്ടാകണമേ. കൃപയോട് പൊറുത്തിടാൻ കനിവുണ്ടാകണമേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുപദേശമരുളിയ പരമകല്യാണമൂർത്തി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുപദേശമരുളിയ പരമകല്യാണമൂർത്തി. കുടുംബിക്കും സന്യാസിക്കും ഇതു തന്നെ മൂലമന്ത്രം. കുടുംബിക്കും സന്യാസിക്കും ഇതു തന്നെ മൂലമന്ത്രം. അകതാരിലനുഭൂതി അണപൊട്ടാൻ വേറെ വേണോ? അകതാരിലനുഭൂതി അണപൊട്ടാൻ വേറെ വേണോ? ദൈവമേ കാത്തുകൊള്ളുന്ന കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണു പൊരുളൊടുങ്ങിയ നിന്നിടും വൃക്കുപോലുള്ള നിന്നിൽ സ്പന്ദമാകണം. അനവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും വാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ലോതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാദിനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻ പദം.
ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണോ പൊരുളൊടുങ്ങിയ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. ഈ രണ്ടാമത്തെ പദ്യത്തിൻ്റെ അർത്ഥം: ഓം ശ്രീ സദ്ഗുരു ചരണാരവിന്ദാഭ്യാം നമഃ. ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന് തുടങ്ങുന്ന ഈ രണ്ടാമത്തെ പദ്യത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിന് ഉള്ള വിവേകത്തെ ഗുരുദേവൻ തുറന്നു കാണിച്ചിരിക്കുന്നു. 9 ലക്ഷ്യമായി വരുന്നതിലേക്ക് ജീവന്റെ ഉപാധികളെ നേതി ചെയ്യണമെന്ന് മുൻപ് പറഞ്ഞിരുന്നത് തന്നെയാണിത്. ശ്രുതികളിൽ ജഹൽ ലക്ഷണം അഥവാ വിട്ട ലക്ഷണം കൊണ്ട് ജീവന്റെ ഉപാധികളെ നേതി ചെയ്യണം എന്നതാണ്. എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ 96 തത്വത്തിൻ്റെ നേതി പറഞ്ഞിരിക്കുന്നു. സ്വരൂപാനന്ദോപനിഷത്ത് എന്ന തമിഴ് ഗ്രന്ഥത്തിൽ 36 തത്വത്തിൻ്റെ നേതി പറഞ്ഞിരിക്കുന്നു. പിന്നെ 17 തത്വം സൂക്ഷ്മ ശരീര നേതി, 3 തത്വം, 1 തത്വം, ഇങ്ങനെ തത്വങ്ങളെ ചുരുക്കിയും പെരുക്കിയും പറഞ്ഞിരിക്കുന്നത് അധികാരത്വം അനുസരിച്ച് എടുത്ത് വിവേകിക്കാൻ വേണ്ടിയാണ്. ഒരു വാക്യത്തിന് വാച്യാർത്ഥമെന്നും ലക്ഷ്യാർത്ഥമെന്നും 2 അർത്ഥങ്ങളുണ്ട്. വാച്യാർത്ഥത്തെയാണ് സാധാരണ അറിയുന്നത്. ഇതിനെ മുഖ്യാർത്ഥമെന്നും പേര് പറയും. ചൈതന്യവും ഉപാധിയും ഉപാധി ധർമ്മങ്ങളും കൂടി കലർന്നിരിക്കുന്ന രൂപത്തിനെയാണ് മുഖ്യാർത്ഥം എന്നും വാച്യാർത്ഥമെന്നും പറയുന്നത്. എന്നാൽ ഉപാധിയെയും അവകളുടെ ധർമ്മങ്ങളെയും ഒഴിച്ച് ശേഷിക്കുന്ന ചൈതന്യ മാത്രത്തെയാണ് ലക്ഷ്യാർത്ഥമെന്ന് പറയുന്നത്. ലക്ഷ്യാർത്ഥത്തിലാണ് വേദത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കേണ്ടത്. ഇതിനെ പറയുന്നത് ലക്ഷണാവൃത്തിയാൽ ജീവോപാധികളെ വിട്ടലക്ഷണം കൊണ്ട് നേതി ചെയ്താൽ ഇതിനെ തന്നെ ചുരുക്കി 9 ലക്ഷ്യമായി വന്നാലെന്നും പറയും. മനസ്സ് അഖണ്ഡാകാരമായി കൂടസ്ഥനെ മറച്ചിരിക്കുന്ന ആവരണത്തെ നീക്കി കൂടസ്ഥനെ അറിയിക്കും. ത്വമെന്ന പദം ജീവനെ കുറിക്കുന്നു. ചൈതന്യവും ജഡവും ചേർന്നിരിക്കുന്ന നിലയെ മുഖ്യാർത്ഥമെന്നും അതിൽ നിന്ന് ചൈതന്യ മാത്രത്തെ അറിയുന്നത് ലക്ഷണാവൃത്തിയിലുമാണ്. ഇങ്ങനെ വിശദമാക്കുന്നത് സാധാരണക്കാർക്കും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിന് വിഷയാകാരവൃത്തി, അഖണ്ഡാകാരവൃത്തി, വിവേകവൃത്തി എന്ന 3 വൃത്തികളുണ്ട്. ഇതിൽ 2 വൃത്തികൾ ഡിവൈനാണ്. ഇതിൽ വൃത്തിജ്ഞാനം വിഷയചൈതന്യത്തെ മറച്ചിരുന്ന ആവരണത്തെ മാറ്റി വിഷയത്തെ പ്രകാശിപ്പിക്കും. അഖണ്ഡാകാര വൃത്തിജ്ഞാനം കൂടസ്ഥനെ മറച്ചിരുന്ന ആവരണത്തെ നീക്കി കൂടസ്ഥനെ അറിയിക്കും. വിവേകവൃത്തിജ്ഞാനം ബ്രഹ്മത്തെ മറച്ചിരിക്കുന്ന ആവരണത്തെ നീക്കി ബ്രഹ്മത്തെ അറിയിക്കും. ഇങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. എന്തായാലും കാക്കയുടെ നിറം കറുപ്പെന്ന് വേദത്തിന് പറയേണ്ട കാര്യമില്ല. കാരണം ഏവർക്കും അത് നിശ്ചയമുണ്ട്. അങ്ങനെയെങ്കിൽ അലൗകികമായ ഒരർത്ഥം ഇതിൽ ഓടുന്നു എന്ന് നമ്മുടെ ആചാര്യൻ ഇടയ്ക്കിടെ പറയാറുണ്ട്. അതിനെ ഗ്രഹിക്കുന്നതിന് അന്ധകരണ ശുദ്ധി അനിവാര്യം. അന്ധകരണ ശുദ്ധി വരുത്തുന്നതിലേക്കാണ് ഗുരുക്കന്മാർ ശ്രമിക്കുന്നത്. ഇവയെപ്പറ്റി ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഒന്നുകൂടി വിശദമാക്കി പറയാം. ഇവിടെ മുൻപ് പറഞ്ഞതെല്ലാം പരമാചാര്യ ശ്രീ നാരായണ ഗുരുദേവൻ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്ന അത്ഭുതത്തെ ശ്രദ്ധയോട് കേൾക്കുക. ഗുരുദേവൻ വിട്ടലക്ഷണം തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാതെ വളരെ ലളിതമായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കി ധാരണ ചെയ്യാൻ കഴിയുന്ന വിധം പറഞ്ഞിരിക്കുന്നതിൽ ഉരുത്തിരിഞ്ഞ എളിയ വിവേകത്തെ അടിയിൽ പറയാം. സമസ്തമാന ജീവരാശികളും സുഖമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് അനവരതം പ്രവർത്തിക്കുന്നു. വേറൊരു വിധത്തിൽ നോക്കിയാൽ സുഖാന്വേഷണം തന്നെയാണ് ചരങ്ങളും അചരങ്ങളുമായുള്ള എല്ലാറ്റിൻ്റെയും കർമ്മരഹസ്യം. ഇനി പണിപ്പെട്ട സുഖം ലഭിച്ചതുപോലെ തോന്നിയാലും അതിന് ഒരു നിമിഷം പോലുമുള്ള ആയുസ്സും കാണുന്നുമില്ല. ഇതാണ് സ്ഥിതി. പരസ്പരം കാണുമ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്ന കുശല പ്രശ്നം തന്നെ സൂചിപ്പിക്കുന്നത് ഒരു സംശയത്തെ അല്ലേ?
തന്നെയുമല്ല, സുഖമാണോ എന്ന ചോദ്യത്തിന് സുഖമാണോ എന്ന് തന്നെയല്ലേ മറുപടി. ഇനി സുഖമാണ് എന്നാണ് ഉത്തരമെങ്കിൽ അത് ശ്രുതി നിന്ദയായി പോകും. കാരണം ദുഃഖക്കടലിൽ മുങ്ങിയിരിക്കുന്നത് കൊണ്ടാണല്ലോ സുഖാന്വേഷണം തന്നെ ജീവരാശികൾക്കുണ്ടായിരിക്കുന്നത്. ശ്രുതി പറയുന്നു, ജീവരാശികളെല്ലാം താപത്രയ ദുഃഖത്താൽ തപിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. ഈ സർവദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയുമായ മുക്തി ആഗ്രഹിച്ച് വിവേകികൾ ആത്മസാക്ഷാത്കാര ജ്ഞാനം കൈവരിച്ച് ധീരന്മാരായി നിലകൊള്ളുന്നതും ഒരു രഹസ്യമായ കാര്യമല്ലല്ലോ. ഈ ഉണ്ടാകുന്ന സുഖത്തിൻ്റെ നിരൂപണം മഹത്തുക്കൾ ചെയ്തിരിക്കുന്നത് നോക്കാം. വാഞ്ചിത വസ്തുലബ്ധിയാൽ ഒരു ക്ഷണനേരം മനസ്സ് വൃത്തിവ്യാപാരം വെടിഞ്ഞ് നിശ്ചലമാകുന്നതാണ് സുഖം. രണ്ട് വൃത്തികളുടെ അന്തരാളും സുഖമെന്ന് അറിവുള്ളവർ പറഞ്ഞും കേട്ടിരിക്കുന്നു. ഇതൊക്കെയാണ്. അതുപോലെ ദുഃഖത്തിൻ്റെ ആപേക്ഷികതയാണ് സുഖമെന്നതാണ് നിർവചനം. അതായത് ദേഹമാസകലം തീയിൽ വീണു പൊള്ളിപ്പോയ ആളുടെ നെറ്റിയിൽ കർപ്പൂരത്തിൽ ചാലിച്ച് ചന്ദന ഇടുമ്പോൾ ഇപ്പോൾ സുഖമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ശാശ്വത സുഖമാണ് ആനന്ദം. വിഷയങ്ങളിൽ ശാശ്വത സുഖമില്ല. അത് അനൃതജഡ ദുഃഖരൂപം എന്ന് ശ്രുതി, യുക്തി, അനുഭവങ്ങളാൽ ബോധ്യപ്പെട്ടാൽ, അങ്ങനെ ബോധ്യപ്പെട്ടവരെയാണ് അധികാരി പുരുഷന്മാരെന്ന് പറയുന്നത്. അവർക്കാണ് മോക്ഷവീട്, ഇൻപവീട് എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു. വേറൊന്നുമല്ല, അവർക്കാണ് മുക്തി. മുക്തിക്ക് അധികാരം അവർക്കാണ്. ഏതാണ്? ഈ രഹസ്യത്തെ തിരിച്ചറിയണം. വിഷയങ്ങൾ ശാശ്വത സുഖമില്ല, അത് അനൃതജഡ ദുഃഖരൂപമെന്ന് ശ്രുതിയുക്തി അനുഭവങ്ങളാൽ ബോധ്യപ്പെടണം. ജീവിതമാകുന്ന പാഠശാലയിൽ നിന്നും ഇതുവരെ അറിഞ്ഞത് എന്തെല്ലാമാണ്? ഒന്ന് ഓർത്തു നോക്കുക. സുഖമുണ്ടാകുമെന്ന് കരുതി പ്രവർത്തിച്ച് ഏതിൽ നിന്നെങ്കിലും സുഖം ഇതുവരെ ഉണ്ടായോ? ഇനി സുഖമുണ്ടാകുമെന്ന് കരുതി ആയുസ് അറും വരെ പ്രതീക്ഷ വച്ച് കാത്തിരിക്കുന്നത് വിവേകമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെയുള്ള ലക്ഷണം കൊണ്ട് ഇനി വരാനിരിക്കുന്നതിനെ എന്താ ഒന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ? ഒരു ചാക്കരിയെ പരിശോധിക്കുന്നതിന് ചാക്ക് മുഴുവൻ കുടഞ്ഞിട്ട് പരിശോധിക്കണമോ? ചാക്കിൻ്റെ ഒരറ്റത്തു നിന്നും അല്പം അരിയെടുത്ത് പരിശോധിച്ചാൽ പോരെ? ഇതുപോലെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതിനോട് അനുഭവശാലികൾ യോജിക്കുന്നതാണോ, അഥവാ അനുഭവശാലികളോട് ശാസ്ത്രം യോജിക്കുന്നതാണോ എന്ന് ആരാലും നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത വിധമാണ് കാര്യങ്ങളിരിക്കുന്നത്. എന്നാലും മഹത്തുക്കളോട് ശ്രുതികൾ യോജിച്ചിരിക്കുന്നു എന്നതാണ് കൂടുതൽ ശരി. ഇവിടെ നമ്മുടെ പരമാചാര്യൻ ശ്രീ നാരായണ ഗുരുദേവൻ ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന പദ്യത്തിൽ ഗുപ്തം ചെയ്ത് വച്ചിരിക്കുന്ന വിവേകത്തെയാണ് നാം യുക്തിപൂർവം സമീക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടി ഉപസംഹരിച്ച് പറയാം. നോക്കൂ, ദുഃഖമയമാണ് ജീവിതം. എന്തുണ്ടെങ്കിലും ദുഃഖം, ഇല്ലെങ്കിലും ദുഃഖം. ദുഃഖം ഒരു കോമൺ ഫാക്ടറായിട്ട് എല്ലാത്തിൻ്റെയും ബ്രാക്കറ്റിലിടാം. ജന്മദുഃഖം, ജരാദുഃഖം, ജായാദുഃഖം, പുനഃപുന സംസാര സാഗരം ദുഃഖം സത്മാ ജാഗ്രത ജാഗ്രത എന്ന് ആചാര്യസ്വാമികൾ അരുളി ചെയ്തിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ ഉണരുന്നതിനെയാണ് ബോധമുണ്ടായി എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് ജീവന് വിരക്തിയെ കൊടുത്ത് മുമുക്ഷുത്വം പ്രദാനം ചെയ്ത് മുക്തനാക്കും. ഗുരുദേവൻ ഇവിടെ തൊട്ടെണ്ണും പോലൊടുങ്ങിയാൽ എന്ന് നിന്നിടം ദൃക്കുപോലുള്ള എന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്തിച്ചാൽ താനായ സമാധി ഏർപ്പെട്ട് നിർവികൽപ്പ നില കൈവരും എന്നാണ്. സമാധിയെപ്പറ്റി പറഞ്ഞറിയുക അസാധ്യം, അനുഭവിച്ചറിയേണ്ട രഹസ്യങ്ങളാണ്. കരുണാമയനായ ഗുരുദേവ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.